അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ പോയത് താമരപ്പാടം കാണാൻ വേണ്ടിയിട്ടാണേ. അവിടുന്ന് ആദ്യം ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. 30 രൂപയാണ് ടിക്കറ്റിന് ചാർജ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം പോയ കുടിലടത്തിൻ്റെ അവിടുന്ന് വെറും ഒരു 10 മിനിറ്റിൽ കുറവ് യാത്ര ചെയ്താൽ എത്തുന്ന സ്ഥലമാണ് താമരപ്പാടം. അതും നമ്മുടെ ഈ നെല്ലിയാമ്പതി മലനിരകളുടെ താഴെ തന്നെ. കൊല്ലങ്കോട് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. അതായത് നമ്മുടെ സീതാർകുണ്ട് വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴിക്കാണ് താമരപ്പാടം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ആദ്യം പോയ കുടിലിടം നേരെ മെയിൻ റോഡ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ ടൂറിസ്റ്റുകാരൊക്കെ കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് ഇവർ ഈ വയലോരൊക്കെ നല്ല രീതിയിൽ അണിയിച്ചൊരുക്കി, അതായത് പൂക്കളും കാര്യങ്ങളും ഒക്കെ ആക്കിയിട്ട് വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അതായത് വയലിൻ്റെ പല സ്ഥലത്തും ഇരിക്കാനുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ ഇതേപോലെ പുല്ലിനെ കൊണ്ടൊക്കെ ആർച്ചും കാര്യങ്ങളും ഒക്കെ ആക്കി മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫുൾ ടൈം പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല മനോഹരമായിട്ടുള്ള പഴയ മെലഡി പാട്ടുകളും ഒക്കെ ആയിട്ട് വളരെ ആക്റ്റീവായിരുന്നു ഈ ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിലൂടെ ഇവർ നല്ലൊരു വരുമാനമാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബിസിനസ് മാതൃക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലും ഒക്കെ വിജയിപ്പിക്കാൻ പറ്റുന്നതാണ്. വയലിൻ്റെ നടുവിൽ നല്ലൊരു വലിയ ആനയുടെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ നല്ല ഒരു ഏറുമാടത്തിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഉള്ളത്. ഇതാണ് ആ ഒരു ഏറുമാടം, വയലിൻ്റെ ഒത്ത നടുക്കായിട്ട് മെറ്റലിനെ കൊണ്ട് നിർമ്മിച്ച ഒരു ഏറുമാടം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള നല്ല വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതുപോലെ തന്നെ മൊത്തത്തിലുള്ള നല്ല വീഡിയോ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടും പറ്റും. അങ്ങനെ നമ്മൾ താമരപ്പാടത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞിട്ട് നേരെ പോയത് സീതാർകുണ്ട് വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ സീതാർകുണ്ട് വാട്ടർഫാൾസിൻ്റെ എൻട്രൻസിൻ്റെ അവിടം വരെ വാഹനം പോകുന്നതാണ്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ എന്നൊക്കെ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫോറസ്റ്റിൻ്റെ ഇതിൽ വരുന്ന ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ഫോറസ്റ്റുകാർ അവിടെയുണ്ട്. അപ്പോൾ നമ്മളിനി അകത്തേക്ക് പോയിട്ട് അവിടുന്ന് ഫോറസ്റ്റിൻ്റെ ഓഫീസിൽ നിന്ന് എൻട്രി ഫീസൊക്കെ എടുക്കണം. ഇതൊക്കെ ഇപ്പോൾ തുടങ്ങിയ പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ പുതിയൊരു ഫോറസ്റ്റിൻ്റെ ഓഫീസും കാര്യങ്ങളും ഒക്കെ അവർ സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ എൻട്രി ടിക്കറ്റ് എടുക്കേണ്ട ഓഫീസ്. പിന്നെ ഇവിടെ കാശുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടില്ലേ. ഇവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. 30 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. കുട്ടികൾക്ക് 20 രൂപ. അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് നേരെ സീതാർകുണ്ട് വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. ഫുൾ കോൺക്രീറ്റ് സ്റ്റെപ്പുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ 2 സൈഡിലായിട്ട് കൈവരികൾ, മെറ്റലിനെ കൊണ്ട് നിർമ്മിച്ച കൈവരികൾ, എന്നിട്ട് അതിന് മുളേൻ്റെ ഒരു മാതൃക കൊടുത്തിട്ടാണ് ഉള്ളത്. ശരിക്കും അത് മെറ്റലാണ്. നമ്മളധികം ലേറ്റാക്കാണ്ടാണ് ഇന്നത്തെ യാത്ര പുറപ്പെട്ടത്. അതായത് ലീവ് ദിവസമായതുകൊണ്ട് ഇവിടങ്ങളിലൊക്കെ നല്ല തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ കുറച്ച് നേരത്തോടെ ഇറങ്ങി. അതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് മടങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പല വീഡിയോകളിലും സീതാർകുണ്ട് ഭയങ്കര കാണേണ്ട വാട്ടർഫാളാണെന്നൊക്കെ തള്ളി മറക്കുന്നത് കണ്ടിട്ട് ഭയങ്കര പ്രതീക്ഷയോടെയാണ് ഞങ്ങളും അവിടെ പോയത്. പക്ഷെ അത്രത്തോളം ഉള്ള ഒരു വാട്ടർഫാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ലേ. അപ്പോൾ നിങ്ങൾ നേരിട്ട് പോയവരുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ ഈ ഒരു ഏരിയയിൽ ഈ കൈവരി വെച്ച അവിടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പ്രവേശനമൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു വ്യൂ കാണുക. നമ്മൾ ആദ്യം കണ്ട വ്യൂവിൻ്റെ തൊട്ട് താഴെയാണ് ഈ ഒരു ഭാഗം വരുന്നത്. ആ വെള്ളം അങ്ങനെ ഒഴുകി വന്നിട്ട് ഇവിടത്തേക്കാണ് എത്തുന്നത്. ഈ ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് ആൾക്കാർക്ക് കുളിക്കാനും അതായത് വെള്ളത്തിൽ ഇറങ്ങാനുള്ള അനുവാദമുള്ളത്. ഇവിടെ കമ്പിവേലി കെട്ടിയിട്ട് ഇതാക്കിയിട്ടാണ് ഉള്ളത്. അവിടെ ചുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ബോർഡ് എഴുതി വെച്ചിട്ടുള്ളത്. അപകട മേഖലയാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
വെള്ളത്തിൽ ഇറങ്ങുന്ന ഭാഗത്ത് ഫുൾ ടൈം ഫോറസ്റ്റ് ആൾക്കാരെ സേവനമുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.